അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വന്ന് നിൽക്കുവാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സ്യൂഡോ കോഡ് വരെയായിരുന്നു. സ്യൂഡോ കോഡിൻ്റെ അഡ്വാൻറ്റേജസ് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് ഇട്ട് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്യൂഡോ കോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റീഡബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. പിന്നെ അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് അപ്രോച്ചാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോർമാറ്റാണ്. എന്തിൻ്റെയൊക്കെ അൽഗോരിതത്തിൻ്റെയും പ്രോഗ്രാമിങ്ങിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫോർമാറ്റാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റഫ് ഡോക്യുമെൻറ്റേഷൻ. പിന്നെ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് it is mainly used to explain what exactly each line of program should do. അപ്പം ഇതൊക്കെയാണ് സ്യൂഡോ കോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം സ്യൂഡോ കോഡ് ഡസ് നോട്ട് പ്രൊവൈഡ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലോജിക് ഓഫ് പ്രോഗ്രാമിംഗ്. അതായത് പ്രോഗ്രാം ലോജിക്സിൻ്റെ ഒന്നും വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഒന്നും ഇത് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ there are no proper format for writing the pseudocode. ഒരു സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഒന്നും ഇല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ സ്യൂഡോ കോഡ് ദർ ഈസ് എക്സ്ട്രാ നീഡ് ഓഫ് മെയിൻറ്റെയിൻ ഡോക്യുമെൻറ്റേഷൻ. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്യൂഡോ കോഡ്. അടുത്തത് നമുക്കൊരു സ്യൂഡോ കോഡ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹൗ ടു റൈറ്റ് എ സ്യൂഡോ കോഡ്. അപ്പം ഒരു സ്യൂഡോ കോഡ് എഴുതണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടി, അതിൻ്റെ സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ ടാസ്കുകളാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഈ ടാസ്കുകൾ അറേഞ്ച് ചെയ്ത ഓർഡറിലായിരിക്കണം നമ്മൾ സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യുക. അതായത് ഒരു പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുന്ന ഓരോ ടാസ്കുകളും സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഈ ടാസ്കുകൾ അറേഞ്ച് ചെയ്ത ഓർഡറിലായിരിക്കണം നമ്മൾ സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യാനുള്ളത്. അറേഞ്ച് ദ സീക്വൻസ് ഓഫ് ടാസ്ക് ആൻഡ് റൈറ്റ് ദ സ്യൂഡോ കോഡ് അക്കോർഡിംഗ്ലി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സ്യൂഡോ കോഡ് വിച്ച് എസ്റ്റാബ്ലിഷസ് ദ മെയിൻ ഗോൾ ഓർ ദ എയിം. അതുപോലെ തന്നെ സ്യൂഡോ കോഡ് എഴുതുമ്പോൾ എപ്പോഴും പ്രോഗ്രാം അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ എയിം അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്തുവാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം, വ്യക്തമാക്കിയിരിക്കണം. ദാറ്റ് മീൻസ് എപ്പോഴും സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഗോൾ അല്ലെങ്കിൽ എയിം എസ്റ്റാബ്ലിഷ് ചെയ്ത് വേണം ആ സ്യൂഡോ കോഡ് സ്റ്റാർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നെയിമിംഗ് ഒക്കെ കൊടുക്കാം കേട്ടോ. പ്രോഗ്രാമിങ്ങിൽ നമ്മൾ നെയിമിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്യൂഡോ കോഡിലും നെയിമിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ കൊടുക്കുന്ന നെയിം എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിൾ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഫോർത്ത് പോയിൻ്റ് എന്താ വെച്ചാൽ, പ്രോഗ്രാമിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ സ്യൂഡോ കോഡിലും സെൻറ്റൻസ് കേസിംഗ് ഒക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പ്രോഗ്രാമൊക്കെ റൈറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് അപ്പർ കേസ് ആയിരിക്കും നമ്മൾ കോൺസ്റ്റൻറ്റ് വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേരിയബിൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോവർ കേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ വേരിയബിൾസ് മീൻസ് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ പ്രോഗ്രാം ചെയ്യുക, അപ്പോൾ പ്രോഗ്രാമിൽ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് വേരിയബിളിന്. അപ്പം നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രോഗ്രാമിൽ ഡാറ്റാസൊക്കെ ഉണ്ടാവില്ല. ആ ഡാറ്റാസിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾസ്. അതെപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും കേട്ടോ, ലോവർ കേസ് ആയിരിക്കും.
ഇനി 5th പോയിൻ്റ് എന്താ വെച്ചാൽ ഈ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ലെവൽ ആവാൻ പാടില്ല. അതായത് കുറച്ചുകൂടെയൊക്കെ എലാബറേറ്റ് ചെയ്ത് വേണം സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് ആക്ച്വൽ കോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ സ്യൂഡോ കോഡിലും കാണണം. എന്നാൽ അത് കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് മാനർ ആകാനും പാടില്ല. അതായത് കൂടുതൽ ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യാണ്ട് എന്നാലും മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യേണ്ടത്. ആൻഡ് 6th പോയിൻ്റ് പറയുന്നത് എന്താ വെച്ചാൽ നോർമലി പ്രോഗ്രാമിങ്ങിലൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് സ്ട്രക്ചേഴ്സൊക്കെ സ്യൂഡോ കോഡിൽ നമുക്ക് ഫോളോ ചെയ്യാം. 7th പോയിൻ്റ് എന്ന് പറയുന്നത് ചെക്ക് വെദർ all the sections of a pseudocode is complete, finite and clear to understand and comprehend. അതായത് സ്യൂഡോ കോഡിലെ എല്ലാ സെക്ഷൻസും കംപ്ലീറ്റ് ആണോ ഫൈനൈറ്റ് ആണോ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി പറഞ്ഞതാണ്, ഡോണ്ട് റൈറ്റ് ദ സ്യൂഡോ കോഡ് ഇൻ എ കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് മാനർ. ഇറ്റ് ഈസ് നെസസറി ടു ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈവൻ ഫോർ എ ലേമൻ ഓർ ക്ലയൻറ്റ്. ഹെൻസ് ഡോണ്ട് ഇൻകോപ്പറേറ്റ് ടു മെനി ടെക്നിക്കൽ ടേംസ്. ഞാൻ ഇപ്പോഴും തന്നെ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പോയിന്റിൽ വീണ്ടും പറയണത്. അതായത് ഇപ്പം നമ്മൾ ഒരു സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് മാനറിലായിരിക്കരുത് റൈറ്റ് ചെയ്യുന്നത്. അതായത് കുറച്ച് ടെക്നിക്കൽ ടേംസൊക്കെ യൂസ് ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവണ രീതിയിൽ വേണം സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യാൻ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് സ്യൂഡോ കോഡ് എങ്ങനെ എഴുതാമെന്ന് ഉള്ള പോയിൻറ്റ്സ്. നെക്സ്റ്റ് സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ, ഇത് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കൊരു അബ്സ്ട്രാക്റ്റ് ഒക്കെ പറയുന്നു. കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം, പ്രോപ്പറായിട്ടുള്ള നെയിമിംഗ് കൺവെൻഷൻസ് ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഡൻറ്റേഷൻ ആൻഡ് വൈറ്റ് സ്പേസ് ആർ ദ കീ. ആൻഡ് സിമ്പിളായിരിക്കണം, കൺസൈസ് ആയിരിക്കണം. ഇനി എന്തൊക്കെ ചെയ്തുകൂടാന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെ എങ്ങനെ എഴുതിക്കൂടാ എന്ന് ആണ്. എന്തൊക്കെ ഡോണ്ട് യൂസ് ഡോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്യൂഡോ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളാണ്. ഡോണ്ട് മേക്ക് ദ സ്യൂഡോ കോഡ് അബ്സ്ട്രാക്റ്റ്. ഓൾറെഡി പറഞ്ഞു അബ്സ്ട്രാക്റ്റ് ലെവൽ ആകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡോണ്ട് ബി ടു ജനറലൈസ്ഡും ആകാൻ പാടില്ല, അബ്സ്ട്രാക്റ്റ് ലെവലും ആകാൻ പാടില്ല. ഇതിന് രണ്ടും ഇടയ്ക്ക് നിൽക്കണം. ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെറും അബ്സ്ട്രാക്റ്റ് ലെവൽ ആവാനും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്തിട്ട് എഴുതാൻ പാടില്ല. നെക്സ്റ്റ് ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ച് എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, സെർച്ചിങ് ആയിരിക്കും ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ലീനിയർ സെർച്ച് മീൻസ് നമ്മൾ എലമെൻറ്റിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന എലമെൻറ്റ് നമ്മൾ ടാർഗറ്റ് എലമെൻറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഐട്രേറ്റ് ഇങ്ങനെ നമ്മളുടെ ടാർഗറ്റ് എലമെൻറ്റിനെ കിട്ടണ വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ലൂപ്പ് പ്രോസസ്സാണെന്ന്. അതുപോലെ തന്നെ സെർച്ചിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദി ലിസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിങ്ങനെ പോകും. ഫസ്റ്റ് എലമെൻറ്റ് സെർച്ച് ചെയ്യും, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സെർച്ചസ് one item at a time and stop searching when it finds the target item or reaches the end of the list. ലീനിയർ സെർച്ചിൽ എപ്പോഴാണ് ഈ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത ടാർഗറ്റ് എലമെൻറ്റിന് കണ്ടുമുട്ടണം. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്ത ടാർഗറ്റ് എലമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ സെർച്ചിങ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല വെച്ചാൽ ഈ പ്രോസസ്സ്, അതായത്
ആ ലിസ്റ്റിൻ്റെ എൻഡ് എത്തി, ഇനി അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ വേറെ എലമെൻ്റ് ഒന്നും ഇല്ല എന്ന് വരുന്ന കണ്ടീഷൻ ആകുമ്പോഴും നമുക്ക് സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പം കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതാണിപ്പം നമുക്ക് എലമെൻസിനെ അറേ റെപ്രസെൻ്റ് ചെയ്ത് തന്നേക്കുവാണ് കേട്ടോ. അതായത് ലീനിയർ സെർച്ച് ആയാലും ബബിൾ സോർട്ട് ആയാലും ഒക്കെ എലമെൻസിനെയൊക്കെ അറേയിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അറേ മീൻസ് നമ്മൾ എലമെൻസിനെയൊക്കെ അറേ മീൻസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അറേയിലായിരിക്കും. സോറി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഇപ്പം തന്നിരിക്കുന്ന ഫിഗറിൽ ലീനിയർ സെർച്ച് ഇപ്പം എലമെൻറ്റ്സ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അറേ ആയിട്ടാണ്. നോർമലി ലീനിയർ സെർച്ച് ആയാലും ബബിൾ സോർട്ട് ആയാലും എലമെൻറ്റ്സ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അറേ ആയിട്ടായിരിക്കും. അറേ മീൻസ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ ഇൻപുട്ടായിട്ട് ലീനിയർ സെർച്ചിൽ നമുക്ക് ഇൻപുട്ടായിട്ട് തന്നിരിക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 10, 50, 30, 70, 80, 60, 20, 90, 40. ദീസ് ആർ ദ ഇൻപുട്ട്സ്. ഇതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇൻപുട്ട് അറേ എന്ന് പറയുന്നത്. ഇതിന്ന് നമുക്ക് നമ്മുടെ ടാർഗറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 20, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20 ആണ്. ഇനി നമുക്ക് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ലീനിയർ സെർച്ചിൻ്റെ ഒരു അൽഗോരിതമാണ് ഈ താഴെ സ്റ്റെപ്പായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അൽഗോരിതം നോക്കുമ്പോൾ കൂടുതൽ പ്രോഗ്രാം മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം ലീനിയർ സെർച്ച് അറേ എ ആൻഡ് വാല്യൂ എക്സ്. ഈ അറേ എ എന്ന് പറയുന്നത് നമ്മുടെ എലമെൻസിനെ കീപ്പ് ചെയ്തിരിക്കുന്ന അറേനെയാണ് നമ്മൾ എ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് കണക്കിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഏതാണ് അതിനെയാണ് എക്സ് വാല്യൂ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അറേ എ മീൻസ് നമ്മുടെ ഇൻപുട്ട് അറേ 10, 50, 30, 70, 80, 60, 20, 90, 40 ഇതായിരിക്കും നമ്മുടെ അറേ എ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ വാല്യൂ എക്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റ് എലമെൻറ്റിനെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെൻ്റ് ആയിരിക്കും എക്സ്. അപ്പം എക്സ് എന്താണ് ഇവിടെ 20 ആണ്. ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് i to 0 മീൻസ് ഇവിടെ ഈ അറേ റെപ്രസെൻറ്റേഷൻ നോക്കി നമുക്ക് കാണാം 0, 1, 2, 3 അപ് ടു 8 വരെ പോയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ 0, 1, 2, 3 എന്നൊക്കെ പറയുന്നത് ഇൻഡെക്സ് വാല്യൂസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് വാല്യൂസ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അറേയിലുള്ള എലമെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡെക്സ് വാല്യൂസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ A(1) എന്ന് പറഞ്ഞാൽ 50 ആയിരിക്കും. അതായത് A(1) ഒരു അറേയിലുള്ള എലമെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടായിരിക്കും. ആ ഇൻഡെക്സ് വാല്യൂ കൊടുക്കുക, എന്നിട്ട് ആ ഇൻഡെക്സിലിരിക്കുന്ന എലമെൻ്റ് ഏതാണ് അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. 0, 1, 2, 3 അപ് ടു 8 വരെ പറഞ്ഞിരിക്കുന്നത് ഇൻഡെക്സ് വാല്യൂസാണ്. ഇപ്പം ഇതിലിപ്പം A(4) എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ ആണ്. അപ്പം 4 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന വാല്യൂ ഏതാണ് 8. അപ്പം A(4) എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എലമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 80 ആണ്. അതുപോലെ തന്നെ ഇപ്പം A(2) എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ് 30 ആണ്. അപ്പം ഇൻഡെക്സ് വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ അറേയിലുള്ള എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഇപ്പം i=0 മീൻസ് ഐയുടെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ് ഫസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ലീനിയർ സെർച്ചിൽ എലമെൻറ്റിനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം ആ ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം സെർച്ചിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഐ വാല്യൂവിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എവിടെ ഇൻഡെക്സ് വാല്യൂ 0 ആയിട്ടുള്ള പൊസിഷനിലോട്ട് കൊടുത്തു. ഇൻഡെക്സ് വാല്യൂ 0 എന്ന് പറയുമ്പം ഈ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് എൻഡ്. ഇപ്പം ഐ എവിടെയാണ് വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ഐയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ആ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് വന്ന് നിൽക്കുവാണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുകയാണ്. ഇഫ് i greater than n-1
ദെൻ ഗോ ടു സ്റ്റെപ്പ് 7. ഇവിടെ n-1 എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ അറേയുടെ ലെങ്ത്താണ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇതിനെയാണ് നമ്മൾ n-1 വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇൻഡെക്സ് വാല്യൂ 1 വച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ അറേയുടെ ലെങ്ത് എന്ന് പറയുന്നത് n ആയിരുന്നു, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് n ആകും. അതായത് 1 2 3 4 6 അങ്ങനെ അപ് ടു 9 വരെ പോകും. 8 അല്ല 9 വരെ പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ അറേയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ 9. അതായത് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ലെങ്ത് n വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് n ആയിരിക്കും അറേയുടെ. ഇപ്പം ഇതിൽ കണ്ടാൽ അറിയാം ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 0 ആകുമ്പോഴത്തേക്കും ലെങ്ത് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് കുറഞ്ഞ് നിൽക്കും. അപ്പം n-1. അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം i ഗ്രേറ്റർ ദാൻ n-1 കൊടുത്തിരിക്കുന്നത്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് നോക്ക്. ഇഫ് i ഗ്രേറ്റർ ദാൻ n-1 ദെൻ ഗോ ടു സ്റ്റെപ്പ് 7. n-1 ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് n-1 വലുതാണ് എന്നുണ്ടെങ്കിൽ 7th സ്റ്റെപ്പിലോട്ട് പോകാനാണ് പറഞ്ഞത്. 7th സ്റ്റെപ്പിൽ എന്താ പറയണത്? പ്രിൻറ്റ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഇനി നമുക്ക് അതെന്താന്ന് നോക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം ഇവിടെ ഐയുടെ വാല്യൂ ഞാൻ 9 കൊടുത്തു. ഇപ്പം i ഈക്വൽ ടു 9 ആൻഡ് n-1 എന്ന് പറയുന്നത് എന്താണ്? 8 വരെ ഉള്ളൂ. ഇതാ നോക്ക്, 8 വരെ ഉള്ളൂ. അപ്പം 9 ഗ്രേറ്റർ ദാൻ 8 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 7th സ്റ്റെപ്പിലോട്ട് പോവുക. പ്രിൻറ്റ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. അതായത് ഇനി നമുക്ക് 9 അവിടെ ഇപ്പം ഐയുടെ വാല്യൂ 9 ആയിക്കഴിഞ്ഞാൽ നമുക്കിനി അവിടെ പ്രോസസ്സ് ചെയ്യാൻ വേറെ എലമെൻ്റ് ഉണ്ടോ? ഇവിടെ ഇപ്പം ടോട്ടൽ എലമെൻറ്റ് അല്ലെങ്കിൽ ആ അറേയുടെ ലെങ്ത് എന്ന് പറയുന്നത് 8 വരെ ഉള്ളൂ, 9 പോയിട്ടില്ല. അപ്പം അതിനർത്ഥം ഞാൻ സെർച്ച് ചെയ്യുന്ന എൻ്റെ ടാർഗറ്റ് എലമെൻറ്റ് ഈ അറേയിൽ എങ്ങും ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ വച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എലമെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് പ്രിൻറ്റ് ചെയ്ത് എക്സിറ്റ് ആവാം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകും. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഫസ്റ്റ് പൊസിഷനിലോട്ട് ഐ വാല്യൂവിന് നമ്മളിപ്പം ലിസ്റ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവച്ച് എന്നിട്ട് ഇപ്പം അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ n-1, ആ അറേയുടെ ലെങ്ത്തിനെക്കാട്ടിയും കൂടുതലാണ് ഐയുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലോ നമ്മൾ ആ അറേയും കഴിഞ്ഞ് പോയത്. ഇപ്പം 9, ഇപ്പം ഐയുടെ വാല്യൂ സപ്പോസ് 9 ആണെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ 9th പൊസിഷനിൽ ഒരു എലമെൻ്റ് ഉണ്ട്. 9th അങ്ങനെ ഒരു അറേ ഇല്ല. അറേയുടെ സൈസ് 8 വരെ ഉള്ളൂ. അപ്പം 9th ഒരു പൊസിഷൻ ഇല്ല. അപ്പം അവിടെ സെർച്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പം അതിനർത്ഥം ഞാൻ ഇവിടെ 8th വരെ സെർച്ച് ചെയ്തിട്ടും എൻ്റെ ടാർഗറ്റ് എലമെൻറ്റ് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ വച്ചിട്ട് 7th സ്റ്റെപ്പിലോട്ട് പോവാം. എലമെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് a of i ഈസ് ഈക്വൽ ടു എക്സ് ദെൻ ഗോ ടു സ്റ്റെപ്പ് 6. a of i ഞാൻ പറഞ്ഞു ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ് അറേയിലുള്ള എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം a of i ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് വാല്യൂ ആണ്. ഇപ്പം നമ്മുടെ ടാർഗറ്റ് വാല്യൂ കിട്ടിയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ 6th സ്റ്റെപ്പിലോട്ട് പോകാം. 6th സ്റ്റെപ്പിൽ എന്താ പറയണത്? പ്രിൻറ്റ് എലമെൻറ്റ് എക്സ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് ഐ ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 8. അതായത് ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് കിട്ടിയെന്ന് പ്രിൻറ്റ് കാണിക്കണം. ഫൗണ്ട് ദ എലമെൻറ്റ് അറ്റ് ഏത് ഇൻഡെക്സിലാണ് കിട്ടിയേക്കണത്? ആ ഇൻഡെക്സ് ഇവിടെ ഇപ്പം a of i എന്നാണ് പറയുന്നത്. അപ്പം ഏത് ഇൻഡെക്സിലാണ് കിട്ടിയേക്കണത് ആ പൊസിഷനും കാണിക്കുക, എന്നിട്ട് എക്സിറ്റ് ആവുക. ഇപ്പം ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഫസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പം എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത എലമെൻറ്റിനെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടോ? അടുത്ത എലമെൻറ്റിനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുക? ഐയുടെ വാല്യൂ ഈ അറേയുടെ ലെങ്ത്തിനെക്കാട്ടിയും കൂടുതലാണോ എന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ച് എക്സിറ്റ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ
എൻ്റെ ടാർഗറ്റ് വാല്യൂ ആണോ ആ പൊസിഷനിൽ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ടാർഗറ്റ് വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ എവിടം വരെ പോകുമെന്ന് വെച്ചാൽ ടാർഗറ്റ് വാല്യൂ കിട്ടണത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഐട്രേറ്റീവ് ആയിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ലൂപ്പ് പ്രോസസ്സിംഗ് ആണ്. അപ്പം ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞുതരാം. അൽഗോരിതം പറയുന്നത് വെച്ചാൽ ഇവിടെ അറേ എ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് അറേയാണ്. അതെന്ന് പറയുന്നത് 10, 50, 30, 70, 80, 60, 20, 90 ആൻഡ് 40. ഇതാണ് നമ്മുടെ ഇൻപുട്ട് അറേ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ടാർഗറ്റ് വാല്യൂ ആണ്. ഇവിടെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 20 ആണ്. അപ്പം ഞാൻ ആദ്യം ഐനെ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഐനെ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് വെച്ചാൽ ഇപ്പോൾ ഐയുടെ പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത്? ഈ ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പം എ ഓഫ് ഐ അല്ലെങ്കിൽ ഇപ്പം ഐയുടെ പൊസിഷൻ 0 ആയിട്ട് അപ്പം എ ഓഫ് 0 എന്ന് പറയുന്നതായിരിക്കും 10 ആണ്. എ ഓഫ് 0 ഈസ് ഈക്വൽ ടു 10. അതാണോ എനിക്ക് എൻ്റെ ടാർഗറ്റ്? എൻ്റെ ടാർഗറ്റ് അതല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുകയാണ്. ഐയുടെ വാല്യൂ n-1 ഗ്രേറ്റർ ആണോ? അല്ല. അപ്പം തേർഡ് സ്റ്റെപ്പിലോട്ട് പോയി. തേർഡ് സ്റ്റെപ്പ് എന്താ പറയണത്? ഇഫ് എ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എക്സ്, അതായത് എ ഓഫ് ഐ ഇപ്പം ഐയുടെ വാല്യൂ എവിടെയാണ് ഇരിക്കുന്നത്? 0യില്ല. ഐ എന്ന് പറയുന്നത് 0യാണ്. അപ്പം എ ഓഫ് 0 ഈസ് ഈക്വൽ ടു 20 ആണോ? എ ഓഫ് 0യിൽ ഇരിക്കുന്ന വാല്യൂ ഏതാണ്? 10 ആണ്. 20 അല്ല. അപ്പം എൻ്റെ ടാർഗറ്റ് എലമെൻറ്റ് എ ഓഫ് 0യിലില്ല. എ ഓഫ് 0യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ ഫോർത്ത് സ്റ്റെപ്പിലോട്ട് പോകുക. ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ പറയണത്? ഐനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഐനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഇപ്പോൾ ഐയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എ ഓഫ് 0യിലിരിക്കുക. അപ്പോൾ എ ഓഫ് 0 ഐയുടെ വാല്യൂ ഇപ്പം 0 ആയിരുന്നു. 0നെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം 0 + 1 പോവുക. അപ്പം ഐയുടെ വാല്യൂ ഇപ്പം എങ്ങോട്ടായി? 1 ആയി. ഇപ്പം ഐ എന്ന് പറയുന്നത് ഐ ഇപ്പം 1ലോട്ടായി. അപ്പം എ ഓഫ് 1 എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന എലമെൻറ്റ് ഏതാ? 50യാണ്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടാർഗറ്റ് എലമെൻ്റ് ആണ് കമ്പയർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഐനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും സ്റ്റെപ്പ് 2ലോട്ട് പോകാം. സ്റ്റെപ്പ് 2ൽ എന്താ പറയണത്? ഐയുടെ സൈസ് നോക്കുകയാണ്. അറേ എലമെൻറ്റിനെക്കാട്ടിയും വലുതാണോ എന്ന്. ഐ എന്ന് പറയുന്നത് അറേയുടെ സൈസിനെക്കാട്ടിയും വലുതാണോ എന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഐ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് 8നെക്കാട്ടിയും വലുതാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യുക? തേർഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. എ ഓഫ് ഐ നോക്കുകയാണ്. എ ഓഫ് ഐ ഇപ്പോൾ എ ഓഫ് ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 50 ആണ്. എ ഓഫ് 1 എന്ന് പറയുന്നത് 50. 50 എന്ന് പറയുന്നത് എൻ്റെ ടാർഗറ്റ് വാല്യൂ ആണോ? അല്ല. അപ്പോൾ വീണ്ടും ഐനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇപ്പം ഐ എന്ന് പറയുന്നത് 1ലായിരിക്കുന്നത്. അപ്പോൾ ഐനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം 2 ആവും. അപ്പം എ ഓഫ് 2 നോക്കുക. എ ഓഫ് 2 നോക്കുമ്പോൾ എന്നിട്ട് സ്റ്റെപ്പ് 2ലോട്ട് വീണ്ടും വരാം. അപ്പം ഐയുടെ വാല്യൂ 2 > 8 ആണോ? അല്ല. അപ്പം തേർഡ് സ്റ്റെപ്പിലോട്ട് വരികയാണ്. ഇനി എ ഓഫ് 2ലിരിക്കുന്ന എലമെൻറ്റ് ഏതാണെന്ന് നോക്കണം. എ ഓഫ് 2ലിരിക്കുന്ന എലമെൻറ്റ് ഏതാണ്? 30. അതെൻ്റെ ടാർഗറ്റ് എലമെൻ്റ് ആണോ? അല്ല. അപ്പോൾ വീണ്ടും അതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതിനിപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം ഐയുടെ വാല്യൂ എന്താ? 3ൽ പോകും. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ എൻ്റെ ടാർഗറ്റ് എലമെൻറ്റ് കിട്ടണവരെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹോൾ അറേ സെർച്ച് ചെയ്തിട്ട് ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ n-1. ഇപ്പം n-1 നമ്മുടെ 8നെക്കാട്ടിയും കൂടി വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആകാം. അപ്പം ഇതിനെക്കാട്ടിയും കൂടുതൽ വന്ന് ഐയുടെ വാല്യൂ ഇപ്പം 8നെക്കാട്ടും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഞാൻ സെർച്ച് ചെയ്ത എലമെൻറ്റ് ഈ അറേക്കകത്ത് ഇല്ല എന്ന്. അതുകൊണ്ടാണ് പറയണത് ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ n-1 ആണെന്നുണ്ടെങ്കിൽ സെവൻത്ത് സ്റ്റെപ്പിൽ എന്താ പറയണത്? പ്രിൻ്റ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നിട്ട് എക്സിറ്റ് ആകാം. ഇതാണ് ലീനിയർ സെർച്ച്. മനസ്സിലായി കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ സെർച്ചിൻ്റെ സ്യൂഡോ കോഡാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്യൂഡോ കോഡിലും പറയണത് കേട്ടോ. ഈ അൽഗോരിതം പറഞ്ഞില്ലയോ, ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് സ്യൂഡോ കോഡിലും റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് സോർട്ടിംഗ് അൽഗോരിതം ദാറ്റ് വർക്ക്സ് ബൈ റിപ്പീറ്റഡ്ലി സ്വാപ്പിംഗ് ദ അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ഇഫ് ദേ ആർ ഇൻ ദ റോങ് ഓർഡർ. അതായത് ബബിൾ സോർട്ട് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ എലമെൻറ്റ്സിനെ
ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു സെറ്റ് ഓഫ് അതായത് ഒരു അറേ ഓഫ് എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ആ എലമെൻറ്റ്സിന് എങ്ങനെയാണ് ഇപ്പം ഓർഡർലെസ് ആയിട്ട്, അതായത് സോർട്ട് ചെയ്യാണ്ടാണ് എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അസെൻഡിങ് ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബബിൾ സോർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബബിൾ സോർട്ട് എന്ന് പറയുമ്പം സ്കാനിങ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഫോർ സോർട്ടിങ് ദ എലമെൻറ്റ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അപ്പം ബബിൾ സോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ് കമ്പയർ വിത്ത് ഇറ്റ്സ് അഡ്ജസൻറ്റ് എലമെൻറ്റ്. ബബിൾ സോർട്ടിൽ എന്താണ് നടക്കണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്ന് പറഞ്ഞു സ്കാനിങ്. എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും സ്കാനിങ് പെർഫോം ചെയ്യണത്. ആ തന്നിരിക്കുന്ന അറേയിൽ ഫസ്റ്റ് എലമെൻറ്റിന് അതിൻ്റെ അഡ്ജസൻറ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ടായിട്ട് തന്നിരിക്കുന്ന അറേ എന്ന് പറയുന്നത് 40, 33, 27, 35, 10. ഇതാണ് നമ്മുടെ ഇൻപുട്ട് അറേ. ഈ അറേനെയാണ് നമ്മൾ സോർട്ട് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പം നമ്മൾ ഫസ്റ്റ് 40നെയും പിന്നെ അതിൻ്റെ അഡ്ജസൻറ്റ് എലമെൻറ്റായ 33നെയും കൺസിഡർ ചെയ്യണം. അപ്പം 40 ആൻഡ് 33 എടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുക. 40 ഫസ്റ്റ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് എലമെൻ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ 14 ആൻഡ് 33 ഇതിൻ്റെ രണ്ടിൻ്റെയും കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 43 എന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത് 33 വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അപ്പം അവിടെ സ്വാപ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. നെക്സ്റ്റ് നമുക്കപ്പം അവിടെ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 33 ആൻഡ് 27 എടുക്കാം. 33 ആൻഡ് 27 കൺസിഡർ ചെയ്യുക. അപ്പം നോക്കുമ്പോഴത്തേക്കും 27 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 33 ആണ്, സെക്കൻഡ് എലമെൻറ്റ് 27. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനെക്കാട്ടി വലുതാണ്. 33 ഇവിടെ വലുത്. അപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡിനെക്കാട്ടി വലുതാണെന്നുണ്ടെങ്കിൽ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ 33 ഗ്രേറ്റർ ദാൻ 27 ആണ്. ദെൻ പെർഫോം സ്വാപ്പിംഗ്. സ്വാപ്പ് ചെയ്യുമ്പോൾ എന്താവും? ഈ 33 27ൻ്റെ പൊസിഷനിലും പോവും, 27 33യുടെ പൊസിഷനിലോട്ടും വരും. അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് സ്വാപ്പ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ 40, 27, 33, 35 ആൻഡ് 10 ഇതാണ്. ഇനി നമ്മളിപ്പം സ്വാപ്പ് ചെയ്തെടുത്ത് ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പം 33നെ 35ആയിട്ട് കമ്പയർ ചെയ്യണം. 33നെ 35ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് എലമെൻ്റ് ആണോ? അല്ല, അത് അസെൻഡിങ് ഓർഡർ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ ഇനി ഒരു സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പം 35നെ എടുക്കണം. 35നെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഡ്ജസൻറ്റ് എലമെൻ്റ് ഏതാണെന്ന് അതിനെയും കൺസിഡർ ചെയ്യും. അപ്പം 35 ആൻഡ് 10 ഈ രണ്ട് എലമെൻറ്റ്സിനെ എടുത്തു കഴിഞ്ഞ് കമ്പയർ ചെയ്യുമ്പം 35 എന്ന് പറയുന്നത് 10നെ വെച്ച് നോക്കുമ്പോൾ വലുതാണ്, ഗ്രേറ്റർ ആണ്. ദെൻ അവിടെ സ്വാപ്പിംഗ് പെർഫോം ചെയ്യണം. അപ്പം അവിടെ സ്വാപ്പിംഗ് പെർഫോം ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ വെച്ചാൽ 40, 27, 33, 10 ആൻഡ് 35. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഇത് ഏതാണ്? 40, 27, 33, 10 ആൻഡ് 35. ഫസ്റ്റ് പാസ് കഴിഞ്ഞു എന്ന് എപ്പോഴാണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഈ നമ്മൾ നോക്കുക, നമ്മൾ കൊടുത്ത ഇൻപുട്ട് എലമെൻറ്റ്സിൽ ലാർജസ്റ്റ്, നമ്മുടെ ഇൻപുട്ട് അറേയിൽ ലാർജസ്റ്റ് എലമെൻ്റ് ഏതാണ്? 35 ആണ്. ഈ 35 നമ്മുടെ ഇൻപുട്ട് കൊടുത്ത അറേയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ എൻഡ് പോർഷനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴാണോ ആ അറേയുടെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് അറേയുടെ ലാർജസ്റ്റ് എലമെൻറ്റ് ആ അറേയുടെ എൻഡ് പോർഷനിൽ വരുന്നത്, അപ്പോഴും നമുക്ക് പറയാം ഒരു ഫസ്റ്റ് പാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാവും ഈ അറേയിലെ ലാർജസ്റ്റ് വാല്യൂ ഇപ്പോൾ കിടക്കുന്നത് ആ അറേയുടെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ തന്നെയാണ്. അപ്പം നമുക്ക് പറയാം ഫസ്റ്റ് പാസ് കംപ്ലീറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഇനി സെക്കൻഡ് പാസ് എന്ന് പറയുന്നത് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. കമ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ആണെങ്കിൽ സ്വാപ്പ് ചെയ്യുക. അപ്പം എവിടെ നിന്നാണ്? വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് കമ്പാരിസനാണ്. വീണ്ടും ഇവിടെ വന്നു 14, 27 എടുത്തു. 14, 27 നോക്കുമ്പോഴത്തേക്കും അത് അസെൻഡിങ് ഓർഡറിലാണ് കിടക്കണേ, വേറെ ചേഞ്ച് ഒന്നുമില്ല. ദെൻ 27 ആൻഡ് 10 എടുത്തു. 27 10 എടുത്ത് നോക്കുമ്പോഴത്തേക്കും
ഫസ്റ്റ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ആണ്. അപ്പം അവിടെ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അവിടെ സ്വാപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്: 40, 10, 27, 33 ആൻഡ് 35. ഇത് കിട്ടി. ഇനി നമ്മൾ നോക്കുമ്പോൾ 27 ആൻഡ് 33 നോക്കുമ്പോഴത്തേക്കും അവിടെ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല, അസെൻഡിങ് ഓർഡർ തന്നെയാണ് കിടക്കുന്നത്. ദെൻ 33 ആൻഡ് 35 കൺസിഡർ ചെയ്യുമ്പോഴും സെയിം തന്നെ, അസെൻഡിങ് ഓർഡർ തന്നെയാണ് കിടക്കുന്നത്. അവിടെയും നമുക്ക് സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, അപ്പം നമ്മുടെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ സെക്കൻഡ് പാസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത തേർഡ് പാസിലോട്ട് പോവുകയാണ്. തേർഡ് പാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും പാസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് കൊടുത്ത അറേ കംപ്ലീറ്റ്ലി സോർട്ടഡ് ആയിട്ട് കിട്ടണത് വരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇത് സോർട്ടഡ് ആയോ? ഇല്ല. 40 ആൻഡ് 10 എടുത്തു കഴിഞ്ഞാൽ 10 ആണ് ചെറുത്. ഇതുവരെയും ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ നമ്മുടെ അറേയുടെ ഫസ്റ്റ് എൻഡിൽ എത്തിയിട്ടില്ല, ഫ്രണ്ട് എൻഡിൽ എത്തിയിട്ടില്ല. അപ്പം സ്മോളസ്റ്റ് എലമെൻറ്റ് ഫ്രണ്ട് എൻഡിൽ എത്തുന്ന വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കണം. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് പാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വെച്ചിട്ട് സെക്കൻഡ് പാസ് കഴിഞ്ഞ് നമ്മളടുത്ത തേർഡ് പാസിലോട്ട് പോവുക. തേർഡ് പാസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ രണ്ട് എലമെൻറ്റ്സ് 40 ആൻഡ് 10 കൺസിഡർ ചെയ്യും. 40 ആൻഡ് 10 എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ആണ്. അപ്പം സ്വാപ്പിംഗ് പെർഫോം ചെയ്യും. സ്വാപ്പിംഗ് നടത്തുമ്പോഴത്തേക്കും 10 ഫസ്റ്റ് പൊസിഷനിൽ വരും, 40 എന്ന് പറയുന്നത് 10ൻ്റെ പൊസിഷനിലോട്ടും ചേഞ്ച് ആവും. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10, 40, 27, 33 ആൻഡ് 35. ഇതെന്ന് പറയുന്നത് ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ സോർട്ടിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഇൻപുട്ടായിട്ട് തന്നിരുന്ന 40, 33, 27, 35, 10 ഈ അറേനെ നമുക്ക് സോർട്ട് ചെയ്യാൻ 3 പാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ലോജിക്ക് ബബിൾ സോർട്ടിൻ്റെ. ഈ ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് അൽഗോരിതവും സ്യൂഡോ കോഡും റൈറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞ സെയിം ലോജിക്ക് തന്നെയാണ് ഈ അൽഗോരിതത്തിലും പറയണത്. ആ സെയിം ലോജിക്ക് തന്നെയാണ് സ്യൂഡോ കോഡിലും പറയണത്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസാണിത്. എല്ലാവരും ഇതുവരെ തന്നിട്ടുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കുക. സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഞാൻ പറയാം. താങ്ക് യു.